പേരുകേട്ട പ്രതിരോധ സംവിധാനം അയൺ ഡോം, ഇസ്രായേലിന്റെ നനഞ്ഞ ഓലപ്പടക്കം. ശത്രുക്കൾ വിക്ഷേപിക്കുന്ന മിസൈലുകളെ തിരിച്ചറിഞ്ഞ് സ്വയം പ്രതിരോധിക്കുന്ന സംവിധാനമായ ഇസ്രായേലിന്റെ അയൺ ഡോമിന് പഴയതുപോലെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കില്ലേ എന്നതാണ് ചോദ്യം. ചില അഭിപ്രായ ഭിന്നതകളുണ്ട്. സയനിസ്റ്റുകളുമായി സമ്പൂർണ്ണ യുദ്ധമുണ്ടായാൽ ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ ഒരുപക്ഷെ മറികടന്നേക്കാം. യുദ്ധം വ്യാപിക്കുകയാണെങ്കിൽ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം തകർന്നടിയുമെന്ന ശക്തമായ സൂചനയാണ് 3 US ഉദ്യോഗസ്ഥർ CNN-നോട് പങ്കുവച്ചത്. ഹിസ്ബുള്ളയ്ക്ക് ഡ്രോണുകളും മിസൈലുകളും അടങ്ങിയ വിപുലമായ ആയുധ ശേഖരമുണ്ട്. അതായത് അയൺ ഡോമിനെ തകർത്തു തരിപ്പണമാക്കാൻ ശേഷിയുള്ള അത്യാധുനിക യുദ്ധോപകരണങ്ങൾ. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അയൺ ഡോം സംവിധാനം ഹിസ്ബുള്ള ആക്രമണത്തിന് ഇരയാകുമെന്ന ആശങ്ക സംബന്ധിച്ച് US നേതൃത്വം ഇസ്രായേലുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ലെബനനിൽ കരയാക്രമണത്തിനും വ്യോമാക്രമണത്തിനും ഇസ്രായേൽ തയ്യാറെടുക്കുന്നതിനിടെയാണ് US ഉദ്യോഗസ്ഥർ ഈ ആശങ്ക പങ്കുവയ്ക്കുന്നത്. 2011 US പിന്തുണയോടെ റാഫേൽ അഡ്വാൻസ് ഡിഫൻസ് സിസ്റ്റവും ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസും ചേർന്ന് വികസിപ്പിച്ച അയൺ ഡോം മിസൈൽ പ്രതിരോധ സംവിധാനം ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ രംഗത്തെ ആണിക്കല്ലാണ്. ഹമാസിൽ നിന്നുള്ള മിസൈൽ ആക്രമണത്തെ നേരിടുന്നതിൽ അയൺ ഡോം നിർണായക പങ്കുവഹിച്ചു. എന്നാൽ കഥ മാറി. ഹിസ്ബുള്ളയ്ക്കെതിരെ കാര്യമായ ആക്രമണത്തിന് തയ്യാറെടുക്കുന്ന ഇസ്രായേൽ തങ്ങളുടെ വിഭവങ്ങൾ, ആയുധ ശേഖരങ്ങൾ തെക്കൻ ഗസയിൽ നിന്ന് വടക്കൻ ഇസ്രായേലിലേക്ക് മാറ്റാൻ പദ്ധതിയിടുകയാണ്. ഈ വിവരം ഇസ്രായേലി ഉദ്യോഗസ്ഥർ അമേരിക്കയെ അറിയിച്ചതായി US ഉദ്യോഗസ്ഥർ തന്നെ CNN-നോട് വെളിപ്പെടുത്തി. ഹിസ്ബുള്ള കൃത്യതയുള്ള ഗൈഡഡ് മിസൈൽ ഉപയോഗിച്ച് വലിയ തോതിലുള്ള ആക്രമണം നടത്തുകയാണെങ്കിൽ അയൺ ഡോം തകർക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ തന്നെ തുറന്നു സമ്മതിക്കുന്നു. ഗൈഡഡ് മിസൈലുകളെ പ്രതിരോധിക്കുക അയൺ ഡോമിന് വെല്ലുവിളിയായിരിക്കുമെന്ന് തന്നെയാണ് ഇസ്രായേൽ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഹിസ്ബുള്ള വർഷങ്ങളായി ഇറാനിൽ നിന്ന് ഗൈഡഡ് മിസൈലുകളും യുദ്ധോപകരണങ്ങളും സംഭരിക്കുന്നുണ്ട്. ഇതു സംബന്ധിച്ച് ഇസ്രായേൽ നേതൃത്വം അവരുടെ ആശങ്ക ആവർത്തിച്ച് പ്രകടിപ്പിച്ചതുമാണ്. വടക്കൻ ഇസ്രായേലിലെ സൈനിക താവളത്തിൽ ആക്രമണ ഡ്രോണിന്റെ സഹായത്തോടെ അയൺ ഡോമിനെ നശിപ്പിക്കുന്ന വീഡിയോ ഹിസ്ബുള്ള നേരത്തെ പുറത്തുവിട്ടിരുന്നു. ഇത്തരമൊരു സംഭവം ഇതാദ്യമാണെന്നായിരുന്നു ഇസ്രായേലി പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. സിസ്റ്റത്തിന് ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ സംഭവിച്ചതായി അറിയില്ലെന്നായിരുന്നു അന്ന് IDF-ന്റെ പ്രതികരണം. എന്നാൽ വടക്കൻ ഇസ്രായേലിൽ അയൺ ഡോം ദുർബലമാകാൻ സാധ്യതയുണ്ടെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ US-നോട് സമ്മതിക്കുന്നു. ഹിസ്ബുള്ളയുടെ നാളിതുവരെയുള്ള ആക്രമണ പരമ്പരകളിൽ അമേരിക്ക ആശ്ചര്യപ്പെട്ടിരിക്കുകയാണെന്ന് 2 US ഉദ്യോഗസ്ഥരാണ് CNN-നോട് വെളിപ്പെടുത്തിയത്. ഷോർട്ട് റേഞ്ച് റോക്കറ്റുകൾ, പീരങ്കി ഷെല്ലുകൾ, മോർട്ടാറുകൾ എന്നിവ തടയാനും നശിപ്പിക്കാനും ഈ നൂതന പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിന് സാധിക്കും. ആക്രമണങ്ങളെ വേഗത്തിൽ തിരിച്ചറിയാൻ ശേഷിയുള്ള അയൺ ഡോം ഇന്റർസെപ്റ്റർ മിസൈലുകൾ വിക്ഷേപിച്ചാണ് ശത്രുരാജ്യം വിന്യസിപ്പിക്കുന്ന മിസൈലുകളെ നിർവീര്യമാക്കുന്നത്. പ്രത്യാക്രമണത്തിന്റെ പാത നിർണ്ണയിക്കാനും ജനവാസ മേഖല ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി നേരിടുന്നുണ്ടോ എന്ന് തിരിച്ചറിയാനും അയൺ ഡോമിന് സാധിക്കും. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഇന്റർസെപ്റ്റർ മിസൈലുകളെ തൊടുത്തുവിട്ടാണ് അയൺ ഡോം സംവിധാനം പ്രതിരോധം തീർക്കുക. എന്നാൽ ഈ പ്രതിരോധ സംവിധാനം 90% മാത്രമേ വിജയിച്ചിട്ടുള്ളൂവെന്നാണ് വിവിധ റിപ്പോർട്ടുകൾ. ഇസ്രായേലിന്റെ അയൺ ഡോം ബാറ്ററികളെ മറികടക്കാൻ ഹിസ്ബുള്ളയ്ക്ക് കഴിയുമെന്ന് തന്നെയാണ് പരക്കെ വിലയിരുത്തപ്പെടുന്നത്. ഒക്ടോബർ 7-ന് ഹമാസ് ഉപയോഗിച്ചതിന് സമാനമായ തന്ത്രം ഹിസ്ബുള്ളയ്ക്ക് എളുപ്പത്തിൽ പിന്തുടരാനാകും. ഹിസ്ബുള്ളയ്ക്ക് 1,50,000 മിസൈൽ ശേഖരമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അവയിൽ ഒരു കൂട്ടം മിസൈലുകൾ ഒരേ സമയം ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഇസ്രായേലിന്റെ അയൺ ഡോം സംവിധാനത്തിന് കനത്ത വെല്ലുവിളിയായിരിക്കും. സിറിയയിലെ എംബസിക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയച്ചപ്പോൾ ആക്രമണം വേഗത്തിൽ തടുക്കാൻ അയൺ ഡോമിന് സാധിച്ചു. ഇതിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള അകലം വളരെ നിർണായകമാണ്. ഇറാനിൽ നിന്ന് വിക്ഷേപിച്ച മിസൈൽ ഇസ്രായേലിൽ എത്താൻ എടുക്കുന്ന അതേ സമയത്തിനകം തന്നെ അയൺ ഡോമിന് ഏറെ കരുതലോടെ സുസജ്ജമായിരിക്കാം. ഇസ്രായേൽ അതിർത്തിയോട് തൊട്ടടുത്തുള്ള ലെബനനിലെ സൈനിക താവളത്തിൽ നിന്ന് ഹിസ്ബുള്ള ആക്രമണം നടത്തുകയാണെങ്കിൽ അയൺ ഡോമിന് പ്രതിരോധിക്കുക പ്രയാസമായിരിക്കും.
വടക്കൻ ഇസ്രായേലിലെ റാമോട്ട് നഫ്താലിയിലെ സൈനിക താവളത്തിൽ സ്ഥിതി ചെയ്യുന്ന അയൺ ഡോം ബാറ്ററി ഹിസ്ബുള്ള തകർത്തതിന് പിന്നിൽ അനുകൂലമായ ഈ ഭൂപ്രകൃതിയാണ്. ഇതെല്ലാം മുൻനിർത്തി ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ ലക്ഷ്യമിടാനും അവയെ തകർക്കാനും എളുപ്പം സാധിക്കുമെന്ന ആത്മവിശ്വാസം ഹിസ്ബുള്ളയ്ക്കുണ്ട്. ഉയർന്ന വേഗത്തിലും താഴ്ന്ന ഉയരത്തിലും പ്രവർത്തിക്കുന്ന ഡ്രോണുകൾ അയൺ ഡോം സിസ്റ്റത്തിനെതിരെ ഫലപ്രദമായി പ്രയോഗിക്കാമെന്നത് തെളിയിക്കപ്പെട്ടതുമാണ്. ചുരുക്കി പറഞ്ഞാൽ അയൺ ഡോം ഒരു ശക്തമായ പ്രതിരോധ സംവിധാനമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിന് എപ്പോഴും വിജയിക്കാനാവണമെന്നില്ല. ഹിസ്ബുള്ളയുടെ വിപുലവും സങ്കീർണവുമായ ആയുധശേഖരം ഇസ്രയേലിന് ശക്തമായ വെല്ലുവിളി തന്നെയാണ്. ഹിസ്ബുള്ളയോട് കൊമ്പുകോർക്കരുതെന്ന് അമേരിക്ക ഇസ്രയേലിനെ നിരന്തരം ഉപദേശിക്കുന്നത് ഇത്തരം വിലയിരുത്തലുകളുടെയും നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിലാകാം.